പറഞ്ഞ നേരം കൊണ്ട് സംഭവം റെഡി. രുചിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഇത്ര ധൈര്യത്തിൽ എന്നെ പറയുന്നതെന്നറിയാം. അത്ര ടേസ്റ്റാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാട്ടോ. ഇത് പച്ച വെളുത്തുള്ളി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വായൊക്കെ പൊള്ളുമോ എന്ന് വരെ എനിക്കൊരു സംശയമില്ലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് വലിയ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇത് എണ്ണയിലിട്ട് വഴറ്റി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം അങ്ങോട്ട് വരും. ആ കരിവേപ്പിലയും കൂടി അങ്ങിട്ട് വെളുത്തുള്ളി അങ്ങ് മൂത്ത് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു മണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സംഭവം ഇതുപോലെ ചതച്ച് നല്ല പോലെ ഏകദേശം ഒരു അരിഞ്ഞ് പേസ്റ്റ് പരുവത്തിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് അതിൻ്റേതേക്ക് ഞാൻ ഈ മുളക് പൊടി ഇടുന്നു. ഈ മുളക് പൊടി ഇത്ര ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര എരിവാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കാശ്മീരി മുളക് പൊടി കൂടി നമ്മൾ മില്ലി പൊടിച്ചെടുത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യത്തിൽ കൂടുതൽ ഇടുന്നത് കേട്ടോ. അത് കാരണം അത്രയും ഇട്ടില്ലെങ്കിൽ എരിവുണ്ടാകുകയില്ല. എന്നിട്ട് അതും ഇട്ട് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആ വെളിച്ചെണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചേച്ച് നല്ല പോലെ ഇതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ എടുത്ത് വെച്ചിട്ട് മുട്ട മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഇട്ട് കഴിച്ചാലുണ്ടല്ലോ